ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥത ആഗ്രഹിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 50 ദിവസത്തെ നോമ്പ്, പ്രാർത്ഥനകൾ, കുമ്പിടി ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ധ്യാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്തിനാണ് വരുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കാറില്ലേ? ഈ പ്രക്രിയയിലൂടെയൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ആമുഖമായി ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ച് എൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്സാഹികളായ 3 ആശ്രമവാസികൾ അവരൊരാശ്രമത്തിൽ ഇങ്ങനെ താമസിക്കുകയാണ്. 3 പേരും നല്ല അധ്വാനശീലികളാണ്. അതുപോലെ തന്നെ അവർ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം, ജനത്തിന് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഈ 3 പേരും കൂടെ തീരുമാനിച്ചു ഈ ലോകത്തെ നന്നാക്കണമെന്ന്. അതിൽ പ്രധാനമായും 2 പേര് അതിൽ വല്ലാതെ അങ്ങ് ആകൃഷ്ടരായി. അതുകൊണ്ട് ഇവർ 3 പേരും കൂടെ തീരുമാനിച്ചു, ശരി, ലോകത്തെ നന്നാക്കാം എന്ന്. അപ്പോൾ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഈ ആശ്രമത്തിൻ്റെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത്തെ ആള് പറഞ്ഞു, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് കുടുംബങ്ങളിൽ സമാധാനമുണ്ടാക്കണം, അവിടുത്തെ വഴക്കുകളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടണം. ആ വഴക്കുകളൊക്കെ രമ്യമായി പരിഹരിക്കാൻ തക്കവണ്ണം ഞാൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് 2 വർഷത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആള് പറഞ്ഞു, എൻ്റെ ചിന്താഗതി മറ്റൊന്നാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തതിൻ്റെ 2ാമത്തെ കാരണം മനുഷ്യനുണ്ടാകുന്ന രോഗമാണ്. അതുകൊണ്ട് രോഗികളായ മനുഷ്യരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പരിപൂർണ സൗഖ്യം കൊടുക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അത് ശമിപ്പിക്കണം. ആ രോഗത്തിന് ശമനം കൊടുത്ത് ജനത്തെ സമാധാനത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞു. അവരും പറഞ്ഞു, ഈ ഉദ്യമത്തിനായി ഞാനും 2 വർഷത്തേക്ക് പുറത്തേക്ക് പോവുകയാണ്. മൂന്നാമത്തവൻ പറഞ്ഞു, നിങ്ങൾ പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3 പേരും 3 വഴിക്കായി. ആദ്യത്തെ 2 പേരും 6-7 മാസമൊക്കെ വലിയ ഉത്സാഹത്തോടൊക്കെ പെരുമാറി. പിന്നെ അവർക്കതിലൊരു വല്ലാത്ത ബോറടി ആരംഭിച്ചു. നമുക്കും അറിയാമല്ലോ, കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ വല്ലാത്ത ഉത്സാഹവും വല്ലാത്ത യാത്രാപോക്കുകളും ഒക്കെയാണ്. ഇപ്പം 2 പേരും 2 വഴിക്കൂടാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിലൂടെ നമുക്കറിയാം. അപ്പൊ ഈ 2 പേരും അവരുടെ ശുശ്രൂഷകളിൽ പരിപൂർണ സന്തോഷം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അവരതിൽ പരിപൂർണമായി വിജയിക്കുന്നില്ല. ഒരു കുടുംബത്തിലെ വഴക്ക് തീർക്കുമ്പോൾ അടുത്തടുത്ത് തുടങ്ങുമ്പം തീർക്കുമ്പോഴത്തേന് ആദ്യം ശമിപ്പിച്ചെടുത്ത് പിന്നെയും ആരംഭിക്കും. വഴക്കിന് ശമനമില്ല, രോഗത്തിന് ശമനമില്ല. അവരാകെ ബന്ധപ്പെട്ട 2 വർഷത്തിന് മുമ്പേ അവർ തിരികെ ഈ ആശ്രമത്തിലേക്ക് വന്നു. ഈ ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ
മറ്റേ കക്ഷി സുഖമായിട്ടിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഇവനോട് ചോദിച്ചു, നിനക്കെങ്ങനെ ഇങ്ങനെ പറ്റുന്നത്? ഞങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ടുകൂടെ ഞങ്ങൾക്ക് വല്ലാത്ത ബോറടി, ഒരേ കാര്യം തന്നെ ചെയ്തിട്ട് വല്ലാത്ത വിഷമം. നീ ഇതെങ്ങനെയാണ് ഈ ഒരു മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, നിനക്ക് ഇതൊരു ബോറടിയായി തോന്നുന്നില്ലേ എന്നും. മൂന്നാമത്തവന് ഒരു ഉത്തരവുമില്ല. ഇവർ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞു, ഈ മൂന്നാമത്തെ ആള്, നമുക്ക് നമ്മുടെ ആശ്രമത്തിൻ്റെ കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരാം എന്ന്. അവർ മൂന്ന് പേരും കൂടെ പോയി കിണറ്റിലേക്ക് തൊട്ടിയിട്ട് വെള്ളം കോരി വെള്ളം മുകളിലേക്ക് കിണറിൻ്റെ അവിടത്തേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തവൻ പറഞ്ഞു, ഈ തൊട്ടിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് പറയാൻ പറഞ്ഞു. അവർ രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞു, തൊട്ടിയിൽ വെള്ളമല്ലാതെ ഒന്നും കാണുന്നില്ല. അവർ കുറച്ച് സമയം അവിടെ നിന്നു കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തവൻ വീണ്ടും മറ്റവരോട് പറഞ്ഞു, ഇനി ഒന്നുകൂടെ ഈ തൊട്ടിയിലേക്ക് നോക്കിക്കേ, നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? അവർ രണ്ടുപേരും നോക്കിയിട്ട് അവരൊരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞു, ഞങ്ങളുടെ മുഖം കാണുന്നു എന്ന്. ഞങ്ങളുടെ മുഖം കാണുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ കാലയളവൊക്കെ കഴിഞ്ഞ് വീണ്ടും സഹതായുടെ മധ്യസ്ഥത അണച്ച് ഈ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെയും ഞാൻ എന്നെ തന്നെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സീ യുവർ ഫേസ്, നിങ്ങളുടെ മുഖത്തെ നിങ്ങളൊന്ന് കാണണം. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. നിങ്ങളുടെ മുഖത്തെ നിങ്ങളൊന്ന് കാണുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള തെളിച്ചം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലരെങ്കിലും പറയില്ലേ, ആ നടനല്ല നടി മുഖത്ത് എന്തൊരു ഭാവപ്രകടനങ്ങളാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞൊക്കെ അവരുടെ ഇൻ്റർവ്യൂവുകൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അവർ പറയും, ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ നാളുകളെടുത്തു എന്നൊക്കെ. അത്രമാത്രം അവരുടെ ഉള്ളിൽ ആ കഥാപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്കാണ് മുഖത്ത് ഭാവപ്രകടനങ്ങൾ വളരെ വേഗത്തിൽ വരുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ധ്യാനത്തിങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കാണുവാൻ, നമ്മുടെ ഉള്ളിലെ വികാരവിചാരങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അങ്ങനെ ഒരു തെളിച്ചമുണ്ടായി കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ തെളിമയോടെ സഹതായുടെ പെരുന്നാളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഇടയാകണം. അതുകൊണ്ട് ഈ ധ്യാനത്തെങ്കിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വേദപുസ്തകത്തിലൂടെ പരിചിതമായി നാം കാണുന്ന ചില ആളുകൾ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ ഒന്ന് കണ്ടുപോകാം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മറന്നു പോകരുത്, ദിസ് റിട്രീറ്റ് ഈസ് ടു സീ യുവർ ഫേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണാനുള്ള അവസരമാണ് ഈ ധ്യാനം.
അതുമാത്രം മറന്നു പോകരുത്. നിങ്ങളുടെ അടുത്തൊക്കെ ധാരാളം ആളുകൾ ഇരിപ്പുണ്ടാകും. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാകും, ഇല്ലാത്തവർ കാണും. അതെന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുഖത്തെ കാണുവാനും ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളെ ഒന്ന് കാണാനും അത് മനസ്സിൻ്റെ പ്രകടനമാണെന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മയും തിന്മയും വിവേചിക്കുവാനും തക്കവണ്ണം ഈ ധ്യാനം നമുക്ക് സഹായകരമായി മാറണം. വലിയ കാര്യങ്ങളൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. കേട്ട് പതിഞ്ഞ തഴമ്പിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്കേറെ പരിചിതമായ ഒരു കഥാപാത്രമാണ് മുടിയനായ പുത്രൻ. ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള ധ്യാനങ്ങളിലുമൊക്കെ നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എനിക്ക് ആ മുടിയനായ പുത്രൻ, നമ്മളെല്ലാം ഓമന പേരിട്ട് വിളിക്കുന്നത് ആ രണ്ടാമത്തെ മകനാണ്. എന്തുകൊണ്ടാണ് അവനെ മുടിയനെന്ന് വിളിക്കുന്നതെന്നും എനിക്കറിയില്ല. പോകട്ടെ, അവൻ ഏതായാലും അപ്പൻ്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട് തിരികെ. പക്ഷെ അവിടെ വേറെ ഒരു മുടിയനായ പുത്രനും കൂടെ ഉണ്ട്, ഇവന്റെ ജ്യേഷ്ഠൻ. ഈ രണ്ട് ആൺമക്കളെയും ഒന്നിച്ചൊന്ന് ചിന്തിക്കാമെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ ഈ അനിയനെ മാത്രമാണ് എപ്പോഴും എടുത്ത് ചിന്തിക്കുന്നത്. അനിയനോടൊപ്പം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജ്യേഷ്ഠൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹമുണ്ട്. ഈ ജ്യേഷ്ഠനും സഹോദരനോട് സ്നേഹമുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മയപ്പന്മാരോട് സ്നേഹമുണ്ട്. ഈ ജ്യേഷ്ഠനും ഈ അപ്പനോട് സ്നേഹമുണ്ട്. അപ്പം നമ്മളെപ്പോലെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ അതേ വിചാരത്തോടും വികാരത്തോടും കൂടെയാണ് ഈ ജ്യേഷ്ഠൻ ഈ ഭവനത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നാം ഏറെ ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ അനുജനിലും ജ്യേഷ്ഠനിലും അനുജൻ തിരിച്ചു വരുന്നതിന് മുമ്പായി അനുജൻ വീട്ടിൽ നിൽക്കുമ്പോഴും പന്നിക്കൂട്ടിൽ കിടക്കുമ്പോഴും ഒക്കെ ഉള്ള അവൻ്റെ അനുഭവം, അതും ഈ ജ്യേഷ്ഠനും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് ആൺമക്കളിലും കാണുന്ന പ്രധാനപ്പെട്ട സാമ്യമായ ചില സ്വഭാവങ്ങളിലെ ഒന്നാമത്തെ സ്വഭാവം 12-ാമത്തെ വാക്യത്തിൽ അവൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ. ഇളയ മകൻ നോക്കിയ ഉടനെ അവൻ്റെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു, റീൽസ് എടുക്കുന്നു, നല്ല മൊബൈൽ മേടിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എനിക്കും അങ്ങനെ ആയാലെന്താ? എന്നാ പിന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓഹരി മേടിച്ച് ആ ഓഹരി എൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ എനിക്ക് സുഖമായി ജീവിക്കല്ലോ. ഈ വന്ന കാലത്ത് ചില പ്രായമുള്ളവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അപ്പന്മാരുണ്ട്, അവരുടെ അപ്പൻ്റെ പ്രായം തന്നെയാണ് എൻ്റെ അപ്പനും. പക്ഷെ ആ അപ്പന്മാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും, എൻ്റെ അപ്പന് മാത്രം ഒരു കാര്യവും മനസ്സിലാവില്ല. എൻ്റെ പങ്ക് എനിക്ക് തരണമേ, എനിക്ക് അവകാശപ്പെട്ടതൊക്കെ എനിക്ക് തരണം.
അതേ അവസരത്തിൽ മൂത്ത മകൻ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ഈ അനിയൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു എന്ന് വേലക്കാർ മുഖേന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വീടിൻ്റെ പടി ചവിട്ടാൻ ആഗ്രഹിക്കാതെ വീടിൻ്റെ പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. 28-ാമത്തെ വാക്യം. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അതുവരെ വീട്ടിൽ താമസിച്ചവനാണ്. അപ്പനെ പൊന്നുപോലെ നോക്കിയവനാണ്. 3-4 നേരം ഭക്ഷണം കൊടുത്തു. അപ്പന് എല്ലാ മാസവും മെഡിക്കൽ ചെക്കപ്പിന് ആശുപത്രി കൊണ്ടുപോയി. ആരും കുറ്റം പറയാത്ത വിധത്തിൽ അപ്പനെ സംരക്ഷിച്ച മൂത്ത മകൻ സ്വന്തം സഹോദരൻ വീട്ടിൽ വന്നുവെന്ന് കണ്ടപ്പോൾ, കേട്ടറിഞ്ഞപ്പോൾ പടി ചവിട്ടാതെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ മൂത്ത മകൻ ഈ വീട്ടിൽ നിന്നത് എന്തിനാ? അപ്പനെ സംരക്ഷിക്കാനാണോ? അപ്പനെ നല്ല സുഖകരമായ ഒരു അന്ത്യം ലഭിക്കാൻ വേണ്ടിയാണോ? ഇതൊന്നുമല്ല. എൻ്റെ ചിന്ത ഈ സഹോദരനെ പടിക്ക് പുറത്ത് നിർത്തണം. സഹോദരനെ പടിക്ക് പുറത്ത് നിർത്തണം. അതാണ് മൂത്ത മകന്റെ ലക്ഷ്യം. മറ്റവന്റെ ലക്ഷ്യം എനിക്കാരും വേണ്ട, എനിക്ക് എൻ്റെ പങ്ക് കിട്ടിയേച്ചാൽ മതി, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോളാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കൂരയ്ക്കുള്ളിൽ ജീവിക്കുന്നത് ചിലരെയൊക്കെ ആ കതകിന് വെളിയിൽ നിർത്താൻ വേണ്ടി അല്ലേ എന്ന് ഒന്ന് ശാന്തമായി ചിന്തിക്കണം. കൂടപ്പിറപ്പുകളോടുള്ള വാശിയും വൈരാഗ്യവും വെച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ കൊട്ടിയടച്ചിട്ട് ഇവിടെ വന്ന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശുദ്ധിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. നമ്മുടെ പരിശുദ്ധിക്ക് വല്ല വ്യത്യാസവും ഉണ്ടോ? പിന്നെന്തിനാണ് നാം നീട്ടിച്ചൊല്ലുന്നത്? സഹോദരന്റെ നേരെ ഹൃദയത്തിൻ്റെ വാതില് കൊട്ടി അടച്ചിട്ട് സഹതായുടെ മധ്യസ്ഥത അണച്ചാൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. 100% നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോഴും അതാണ് ഈ 2 മക്കളും നമ്മെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മനസ്സിലെ, ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ സാമ്യം സെൽഫ് വിൽ, സ്വന്തം ഇച്ഛ. ഈ സ്വഭാവത്തിനെല്ലാം ആരംഭിക്കുന്നത് എസ്സിലാണ്. ആ എസ് സ്റ്റാൻഡ്സ് ഫോർ സിൻ, പാപം. സ്വന്തം ഇച്ഛ, സെൽഫ് വിൽ, അതിന് അമിത പ്രാധാന്യം കൊടുത്തവരാണ് ഈ 2 മക്കളും. നമ്മളും പലപ്പോഴും നമ്മുടെ അഭിവാഞ്ചയ്ക്ക്, നമ്മുടെ ആഗ്രഹത്തിന് ഒരു പടി മുൻതൂക്കം കൊടുക്കുന്നവരല്ലേ? നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ആഗ്രഹം, നമ്മുടെ മക്കളുടെ ആഗ്രഹം, നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹം ഒരു ശകലമെങ്കിലും നാം അതിന് വിലമതിക്കാറുണ്ടോ? സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ ആകുന്നു. ചൊവ്വെന്ന് തോന്നുന്ന വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നു, പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട അപ്പ അമ്മ, നീ തെരഞ്ഞെടുത്തിരിക്കുന്ന ചൊവ്വുള്ള വഴി നിന്റെ മരണവഴിയാകാനുള്ള സാധ്യതയുണ്ട്. ഈ മരണവഴിയിലൂടെയാണോ ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നത്? നമുക്ക് നാം മാത്രം മതി.
ഞാൻ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരി, എൻ്റെ ഇച്ഛകളൊക്കെയാണ് 100% പെർഫെക്റ്റ് എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അതാണ് ഇളയവൻ പറഞ്ഞത്, എനിക്കെൻ്റെ പങ്ക് മതി, ഇഞ്ഞ് തന്നേര്. അതാണ് മൂത്തവൻ പറഞ്ഞത്, പടിക്ക് പുറത്ത് അവൻ നിൽക്കുകയാണ്. ഇനിയും ആ വീടുമായി ഒരു ബന്ധവുമില്ല എന്ന നിലയിൽ മൂത്ത മകൻ നിൽക്കുന്നു. നമുക്കാരും വേണ്ട എന്നുള്ളതൊരു ചിന്തയാണ്. പലപ്പോഴും നമ്മളുടെ ക്രിയകളും നമ്മളുടെ ചിന്തകളുമൊക്കെ എന്ന് പറയുന്നത്, എൻ്റെ അപ്പ എൻ്റെ അമ്മ എന്നെ ഇത്രയും നാളും വളർത്തിയില്ലേ, എനിക്കിപ്പം നല്ല ജോലിയില്ലേ, കുടുംബമില്ലേ, ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചോട്ടെ. അതിൻ്റെ മറുവശം ചില അമ്മയപ്പന്മാരുണ്ട്, മക്കളെ വിടാതെ പിന്തുടർന്നുകൊണ്ടും ഇരിക്കും. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വഴി മരണവഴിക്ക് തുല്യമാണെന്ന് ഈ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദിസ് റിട്രീറ്റ് ഈസ് ടു സീ യുവർ ഫേസ്. നമ്മുടെ മുഖം, നമ്മുടെ മനസ്സിലെ വിചാരം എനിക്ക് ഞാൻ മാത്രം മതിയോ എന്നുള്ളതാണോ എന്നുള്ള ഒരു ചിന്ത. ഇവിടെ അനിയൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിചാരിക്കുകയാണ്, ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച എൻ്റെ സ്വാതന്ത്ര്യം ഇതോടുകൂടി നഷ്ടപ്പെടും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില കംഫോർട്ട് സോണുകളുണ്ട്. ആ സോണിനെ ബ്രേക്ക് ചെയ്യുന്നത് എന്തുമുണ്ടായാൽ നമ്മളെല്ലാം വല്ലാതെ അസ്വസ്ഥരാകും. ഈ അസ്വസ്ഥത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മക്കളിൽ നിന്ന് വിഭിന്നരല്ല. ഈ അസ്വസ്ഥത നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താഗതി നമ്മുടെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന തലത്തിലുള്ളവരാണ്. അതുകൊണ്ട് ശാന്തമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. രണ്ടാമത്, ഒന്ന്, ഇവരുടെ സ്വഭാവത്തിൻ്റെ സാമ്യം എന്ന് പറയുന്നത് സെൽഫ് വിൽ. രണ്ട്, ഇളയവൻ ഏറെ നാൾ കഴിയും മുമ്പ് അവൻ സകലതും സ്വരൂപിച്ചു. അവൻ സകലതും സ്വരൂപിച്ചു, തൂത്തുവാരിക്കൂട്ടി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. പത്തനംതിട്ട, ഇവിടെയല്ല. സകലതും സ്വരൂപിച്ചു. മലയാള അധ്യാപകരൊക്കെ ഇവിടെ കണ്ടേക്കും. സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പരത്തി അടർത്തി ഒന്ന് ചിന്തിച്ചാൽ സ്വന്തം രൂപത്തോട് ചേർത്ത് വയ്ക്കുക എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. സ്വരൂപിക്കുക, സ്വന്തം രൂപത്തോട് ചേർത്ത് വെക്കുക. അവൻ ഈ കിട്ടിയതൊക്കെ അവൻ്റെ രൂപത്തോട് ചേർത്ത് വയ്ക്കാൻ അവൻ തയ്യാറായി. അവനിപ്പോൾ ആവശ്യത്തിലധികം പണമായി. അവനിപ്പോൾ അവൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നടക്കുമെന്നുള്ള ചിന്തയായി. അതവൻ്റെ രൂപത്തോട് ചേർത്ത് വയ്ക്കാൻ അവൻ തയ്യാറായി. അതാണ് അവൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാരണം. ഇളയവൻ വീട്ടിൽ വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ പടിവാതുക്കൽ നിൽക്കുക മാത്രമല്ല, അപ്പൻ വന്ന് വിളിച്ചിട്ട് പോലും അകത്തോട്ട് കയറാൻ അവൻ തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ അനിയനെ എല്ലാം അവൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി മറ്റ് ചിലതൊക്കെ അവൻ സ്വരൂപിച്ചു വെച്ചു, സ്വന്തം രൂപത്തോട് ചേർത്ത് വെച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ രൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെതാണ്. വിശുദ്ധ മാമോദീസയിലൂടെ വിശദീകരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വേഗം പറയുന്നത്. വിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിശുദ്ധ മൂറോനിലൂടെ നാം പ്രാപിച്ചിരിക്കുമ്പോൾ നമുക്കുള്ളത് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാകുമ്പോൾ ഇതിനോട് ചേർത്ത് വച്ചിരിക്കുന്നതൊക്കെ ആ രൂപത്തോട് ചേരുന്നതാണോ എന്ന് ചിന്തിക്കാൻ ഇടയാകട്ടെ. ദിസ് റിട്രീറ്റ് ഈസ് ടു സീ യുവർ ഫേസ്. നമ്മുടെ ഉള്ളിൽ ചേർത്ത് വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ ഉള്ളതിനേക്കാൾ പണം നമുക്കുണ്ടാകുമ്പോൾ നാം അഹങ്കാരികളായി മാറുന്നില്ലേ? ജീവിക്കാൻ വിശപ്പിനേക്കാൾ കൂടുതൽ ഭക്ഷണം നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ അഹങ്കാരികളായിരുന്നില്ലേ? എന്തിനാ പറയുന്നത്? നോമ്പുകാലം ഒന്ന് ചിന്തിച്ച്, പച്ചക്കറി മാത്രം നോമ്പ് നോക്കിയവരോടാണ് ഞാനീ പറയുന്നത്. പച്ചക്കറി മാത്രം കഴിച്ച് കഞ്ഞിയും കുടിച്ച് ജീവിച്ചപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആഹാരം ഇറങ്ങാൻ. ആ ആഹാരം ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രിഡ്ജുകളൊക്കെ എന്തൊരാശ്വാസമായിരുന്നു കഴിഞ്ഞ 50 ദിവസം. ഈസ്റ്ററിൻ്റെ അന്ന് ഫ്രിഡ്ജ് കരയാൻ തുടങ്ങിയത്, അത് നിറഞ്ഞു, അതിൻ്റെ പുറത്തും സാധനം ഇരിക്കുക. ശരിക്കും ഭക്ഷണം കൂടുമ്പം നമ്മളൊക്കെ അഹങ്കാരികളായി മാറുന്നില്ലേ? എന്തിനാ പറയുന്നത്? അത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ഞങ്ങൾ വൈദികർക്കും ചില നല്ല ശബ്ദങ്ങൾ ലഭിക്കുമ്പം അഹങ്കാരികളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യന് അവൻ്റെ ആവശ്യത്തിലധികം എന്തുണ്ട് എന്ന് തോന്നുന്നുവോ ചിന്തിക്കുന്നുവോ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് അവൻ അഹങ്കാരിയായി മാറും. അതാണ് ഇളയ മകന് ഇതുവരെ സംഭവിച്ചത്. ആ അഹങ്കാരം ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ജ്യേഷ്ഠൻ പടിയുടെ പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജ്യേഷ്ഠൻ പറയുന്നത്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ലല്ലോ. എൻ്റെ അപ്പ, പിന്നെ നീ എന്തിനായി പണി ചെയ്യുന്നത്? നിനക്ക് ആവശ്യത്തിന് ആഹാരം തരുന്നുണ്ട്, നിനക്ക് ആവശ്യത്തിന് വസ്ത്രം തരുന്നുണ്ട്, നിന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്, കിടത്തുന്നുണ്ട്. പിന്നെ നീ എന്തിനാ ഇറങ്ങിപ്പോയവനും ഊര് തെണ്ടി നടന്നവനെയൊക്കെ പിടിച്ച് വീടിൻ്റെ അകത്ത് കയറ്റിയേക്കുന്നത്? ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവം നമ്മുടെ സാധാരണയുള്ള കുടുംബജീവിതത്തിലും ഇല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ നടന്നു വന്ന വഴികളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാലഘട്ടത്തിൽ എത്ര സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചു. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ, അമ്മമാർ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഭക്ഷണത്തിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം, പെര ചോർന്നൊലിക്കുന്നുണ്ടാകാം. ഇപ്പൊ ഇത് രണ്ടും നമുക്കില്ല. അന്ന് സഹോദരങ്ങൾ ഒന്നിച്ച് ഒരു പായിൽ ഉണ്ടുറങ്ങി. അന്ന് സഹോദരങ്ങൾ ഒരേ വാഴയിലയിൽ നിന്ന് പുഴുക്ക് കഴിച്ചു. ഇന്ന് ഒരേ വാഴയിലയിൽ നിന്ന് പുഴുക്ക് കഴിക്കാൻ പറയുമ്പം നമ്മുടെ കൊച്ചുമക്കൾ പറയും ഹൈജീൻ പ്രോബ്ലം. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ കാലത്തിൻ്റെ വ്യത്യാസം. നമ്മളൊക്കെ വല്ലാതെ അഹങ്കാരികളായി മാറി. എന്തുകൊണ്ട്? സ്വാർത്ഥത നമ്മെ വല്ലാതെ ഭരിക്കുന്നു. ഒന്ന്, സ്വന്തം ഇച്ഛ, സെൽഫ് വിൽ. രണ്ട്, സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ഉസിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന്റെ രാജാവായവനാണ്. വളരെ നല്ല രീതിയിൽ അവൻ രാജ്യത്തെ മുന്നോട്ട് നയിച്ച വ്യക്തി.
അവനെക്കുറിച്ച് വേദപുസ്തകം സാക്ഷിക്കുന്നത് 2 ദിനവൃത്താന്തം 2-ാം പുസ്തകം 26-ാം അധ്യായം 15-ാം വാക്യം. 2 ദിനവൃത്താന്തം 26:15. ദൈവത്തിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിക്കുകയും ദൈവഭക്തിയിൽ ജീവിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് പല നന്മകൾ ചെയ്തു. ദൈവം അവന് അഭിവൃദ്ധി നൽകി. പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലത്ത് നമ്മളും നീതിപൂർവം ജീവിച്ചു. ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകി. ആ അഭിവൃദ്ധി രുചിച്ചുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? ഓർക്കാൻ തക്കവണ്ണം ഈ ധ്യാൻ മുഖാന്തരമാകട്ടെ. എന്നാൽ തൊട്ടടുത്ത വാക്യം 2 ദിനവൃത്താന്തം 26:16 വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ബലവാനായപ്പോൾ അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. പ്രിയപ്പെട്ടവരെ, നാം എന്ത് കണ്ടുകൊണ്ടാണ് നാം വല്ലാതെ അഹങ്കരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ ഇടയാകട്ടെ ഈ ധ്യാനം. ഓരോരുത്തരുടെയും അഹങ്കാരത്തിൻ്റെ കാരണം പലതാകാം. മറ്റുള്ളവരെക്കാൾ നീളം കൂടിയതുപോലെ, അല്ല മറ്റുള്ളവരെക്കാൾ സൗന്ദര്യം കൂടിയതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളെക്കാൾ നല്ല വീടുള്ളത് കൊണ്ട്, സമ്പത്തുള്ളത് കൊണ്ട്, രോഗമില്ലാത്തത് കൊണ്ട്, പ്രയാസമില്ലാത്തത് കൊണ്ട്, മക്കൾ നല്ല നിലയിലായതുകൊണ്ട്, ഇതൊക്കെ വിചാരിച്ച് നമ്മൾ വല്ലാതെ അഹങ്കരിക്കുന്നില്ലേ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ അഹങ്കരിക്കുമ്പോൾ വരുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലത്ത് അത്താഴത്തിനുള്ള അരി എവിടെ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി വിളിച്ചിരുന്നു, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം എൻ്റെ സമ്പത്താകുന്നുവെന്ന്. പക്ഷേ ഇന്ന് വല്ലാതെ അഭിവൃദ്ധി ദൈവം നമുക്ക് നൽകിയപ്പോൾ എൻ്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ എന്നുള്ള പാട്ട് പോലും പരിചിതമല്ലാതെയായി മാറിയില്ലേ? നമ്മൾ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലഘട്ടത്തിൽ എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്, എൻ്റെ ദൈവം കഴിഞ്ഞേ ഉള്ളൂ എന്നും വിചാരിച്ച് അധികാലത്ത് പള്ളി വരുമായിരുന്നു. ഇന്ന് നടക്കണ്ട, ഓടണ്ട, വീട്ടിൽ ആളാമ്പ്രതി എല്ലാവർക്കും വണ്ടിയുണ്ട്. പക്ഷെ പള്ളി വരുന്ന സമയമോ? വെറുതെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് അഹങ്കാരം കൂടുമ്പോൾ വാ കൊണ്ട് ചൊല്ലുകയും ഹൃദയം കൊണ്ട് അകലുകയും നമ്മൾ ചെയ്യും. അഹങ്കാരം കൂടുമ്പോൾ വാ കൊണ്ട് ചൊല്ലുകയും ഹൃദയം കൊണ്ട് അകലുകയും ചെയ്യും. നിങ്ങൾ ആരാധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ ശരിയായിരിക്കും, ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതെന്ന് വിചാരിക്കും. ഇനിയും വേണ്ട, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ചിന്തിച്ചോളൂ. നിങ്ങളുടെ അമ്മയോട്, അപ്പനോട്, അമ്മായിമ്മ അമ്മായിപ്പനൊക്കെ ഞാനങ്ങ് വിട്ടു, സ്വന്തം അപ്പനോട് അമ്മയോട് ചെറുപ്പകാലത്ത് ഹൃദയപൂർവം കെട്ടിപ്പിടിച്ച് സംസാരിച്ചതിൽ നിന്ന് എത്രയോ ഭിന്നമാണ് ഈ 60-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട് നിങ്ങൾ സംസാരിക്കുന്നു അല്ലേ? സ്വന്തം അപ്പനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. കാരണം വളർത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നേടാൻ നമ്മൾ വളരെ സ്നേഹപൂർവ്വം മാതാപിതാക്കളോട് അടുത്ത് നിൽക്കുമ്പോൾ, ഇപ്പം എൻ്റെ ജീവിത പങ്കാളിയിലൂടെ, എൻ്റെ മക്കളിലൂടെ എനിക്ക് അഭിവൃദ്ധി കിട്ടിയപ്പോൾ മാതാപിതാക്കൾ പുച്ഛമായി പോകുന്ന അനുഭവത്തിൽ നിൽക്കുന്നില്ലേ? സെൽഫിഷ്നെസ് വല്ലാതെ നമ്മെ ഭരിക്കുന്നുണ്ടോ? സകലതും വെട്ടിപ്പിടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറെ പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഏലിയാവിൻ്റെ കഥ ഈ അടുത്ത സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. കാരണം കാക്കയെന്ന് പറയുന്ന ജീവി ഒരു മനുഷ്യൻ ഒരെണ്ണം കൊടുക്കുന്നതല്ല.
എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിന് തിന്നാൻ വയ്യെങ്കിൽ അതിൻ്റെ വർഗത്തിൽപ്പെട്ടവരെ അത് വിളിച്ചു കൂട്ടും. അതുങ്ങൾ മാത്രമേ പങ്കുവയ്ക്കത്തുള്ളൂ. അതേതാ ഒരെണ്ണത്തിന് തിന്നാൻ പറ്റാതെ വരുമ്പോഴാണ്. അങ്ങനെ ഒരെണ്ണം പോലും പങ്കുവെക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള കാക്കയെ കൊണ്ടാണ് ഏലിയാവിന് ദൈവം കൊടുത്തത്. ശരിക്കും ഈ കാക്കയെക്കാട്ടിൽ സ്വാർത്ഥപരമായല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ശാന്തമായി ഒന്ന് ചിന്തിക്കണം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, നമ്മുടെ മുഖത്തെ കാണാനാണ് ഈ ധ്യാനം. നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ഞാനല്ല ചിന്തിക്കേണ്ടത്. സ്വാർത്ഥപരമായി ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയല്ലേ? ശരിക്കും നമ്മുടെ ജീവിത പങ്കാളിയെ പോലും പറ്റിച്ച് ജീവിക്കുന്നവരല്ലേ നമ്മൾ? ഇപ്പം പ്രായമുള്ളവർ പറയും, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ജീവിത പങ്കാളിയെ പറ്റിച്ചിട്ടേയില്ല. ചെറിയ ഉദാഹരണം പറയാം. വീട്ടിലെ റബ്ബർ ഷീറ്റൊക്കെ വിൽക്കാനുണ്ടായിരുന്നെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് കൊണ്ടു കൊടുക്കുമ്പം അതിൽ നിന്ന് 10 രൂപ, 100 രൂപ, 500 രൂപയൊക്കെ അടിച്ചു മാറ്റി അരിക്കലത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ലേ? അതും ഒരു വിശ്വസ്തതയാണോ അവിശ്വസ്തതയാണോ? ശാന്തമായി ചിന്തിച്ചാൽ മതി. നമ്മുടെ അരിക്കലത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ വർധനവിനനുസരിച്ച് നമ്മുടെ അവിശ്വസ്തതയ്ക്കും വർധനവുണ്ടെന്നാണ് അർത്ഥം. നമ്മുടെ ഭാര്യ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപം കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് വിശ്വസ്തതയില്ലെന്നാണ്. സെൽഫിഷ്നെസ് വല്ലാതെ വർദ്ധിക്കുന്ന കാലം. 3, ഇളയ മകന് പങ്കൊക്കെ കിട്ടി, അവനതെല്ലാം വിറ്റു. 13-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, അവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. മൂത്തവൻ ഇളയവൻ വീട്ടിൽ വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൻ വന്ന് വിളിച്ചിട്ടൂടെ അകത്തേക്ക് കയറുന്നില്ല. അവനും ദൂരെ നിൽക്കുകയാണ്. 2 മക്കളുടെയും സ്വഭാവത്തിലെ സാമ്യം, they are far away from home. They are separated. അവർ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നു. അവർ തമ്മിൽ അകലുന്നു. 3-ാമത്തെ പാപം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അകന്നു പോവുക എന്നുള്ളതാണ്. സെപ്പറേറ്റഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത് നിൽക്കുമ്പം നമ്മുടെ ഏറ്റവും വലിയ ആളാരാ? അടുത്ത് നിൽക്കുന്ന ആളാ. പുരുഷന്മാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ജോലിക്ക് പോകുന്നവരാണ്. ആരുടെയിലുമൊക്കെ കീഴിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, എന്തു ആയിക്കൊള്ളട്ടെ. നമ്മൾ ആദ്യം ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനവും നമുക്ക് ജോലി തന്നയാളും വലിയ ആളാണ്. 2-3 വർഷം ഒന്ന് കഴിയട്ടെ, അങ്ങേരെ പോലെ ഒരുത്തൻ ഇതുപോലൊരു നശിച്ച കമ്പനി ഇല്ലേ? കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ 1 ഇഞ്ചെങ്കിലും അകലം വിട്ട് സഞ്ചരിക്കുമോ? 2 പേരും കൂടെ കൈ പിടിച്ചേ നടക്കൂ. മയിൽക്കുറ്റി വന്നാലും മയിൽക്കുറ്റി ഇളകിപ്പോയ ഭാഗ്യം.
അതേപോലെ ഒത്തൊരുമയോട് മാത്രമേ നടക്കൂ, നല്ലതാണ്. പക്ഷെ പോകെ പോകെ അകലം വർദ്ധിക്കും. അകലം വർദ്ധിക്കുമ്പോൾ അകന്നു പോകും. കൂടെ നടന്ന് 3-3.5 വർഷക്കാലം ഒരേ പായ കിടന്നുറങ്ങി ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് കഴിച്ച് മറ്റുള്ളവരെക്കാൾ കുറെ കൂടെ രഹസ്യങ്ങളും കുറെ കൂടെ അടുത്ത് നിന്നവനുമായ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. കൂടെ നിന്നവനാണ്. പത്രോസും യാക്കോബും യോഹന്നാനുമാണ് ക്രിസ്തുവിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ 50 ദിവസം അത് ധ്യാനിച്ചത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിനൊരു പ്രതിസന്ധി വന്നപ്പോൾ, ആ വാക്ക് ഉപയോഗിക്കാമോ അറിയില്ല, പോട്ടെ, എങ്കിലും ക്രിസ്തുവിനെ മറ്റുള്ളവർ പിടിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യാക്കോബും യോഹന്നാനും പത്രോസും എങ്കിലും കൂടെ നിൽക്കേണ്ടതല്ലേ? നിന്നോ ഈ അണ്ണന്മാര്? പത്രോസ് നിന്നില്ലെന്ന് മാത്രമല്ല, അവനെ അറിയത്തുപോലുമില്ലെന്ന് പറഞ്ഞു. അകലം പാലിക്കുമ്പോൾ തള്ളിപ്പറയേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും തള്ളിപ്പറയാൻ നമുക്കൊരു വിമുഖതയും ഇല്ലാത്തതിൻ്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ്. അവരിൽ നിന്ന് ഏറെ അകലെയാണ് നമ്മൾ. അവരിൽ നിന്ന് ഏറെ അകലെയാണ് നമ്മൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ കാണുന്ന സന്ദർഭമാണിത്. നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുമോ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആരെയൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ട്? ഞാൻ ആരിൽ നിന്നൊക്കെയാണ് അകന്ന് ജീവിക്കുന്നത്? അവർക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം, അതൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതിരിക്കുന്നവരെ നിങ്ങൾക്കൊന്ന് ധ്യാനിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നാം ഇവരിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിൻ്റെ കാരണം? അവരിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്കാരും വേണ്ട, ഈ ബന്ധങ്ങളൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ട്. പത്രോസും അത് തന്നെയാണ് ചിന്തിച്ചത്. ഏതായാലും ക്രിസ്തുവിനെ പിടിക്കപ്പെട്ടു, വലിയ ബലവാനാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞതാ, ഇപ്പോൾ അവനെ പിടിച്ചിടി കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ബന്ധമൊന്നും വേണ്ട, ഇതൊന്നും നല്ല ബന്ധമല്ല എന്ന് വിചാരിച്ച് അവൻ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. 2, വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നാം അകലം പാലിക്കുന്നത്. നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, ജീവിത പങ്കാളിയോട് ബന്ധമുണ്ടാകുമ്പോഴെപ്പോഴാണ്? ബന്ധമുണ്ടായി കഴിയുമ്പം മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് പറയും, ഈ ഒരു കുഴിയിൽ ചാകാൻ നടക്കുന്നവർ. അത്രയ്ക്ക് ബോണ്ടാണ്. പക്ഷേ ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അകലം കൂടിക്കൂടി വരും. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നാം പിന്നോട്ട് പോകും. നാം അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കാതെ വരുമ്പോൾ നാം പിന്നോട്ട് പോകും. എന്നാൽ അതിനു മുമ്പ് അവൻ തന്നതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കാറുണ്ടോ? അകലം പാലിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇതിനു മുമ്പ് അവൻ വഴി നടത്തിയതിനെ ഓർത്ത് നമുക്കൊന്ന് നന്ദിയോടെ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബക്കാർ, നാം ഇപ്പോൾ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാത്തവരും മുമ്പ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ ഇടയാകട്ടെ.
അകലം പാലിക്കുന്നവർ. സെൽഫ് വിൽ, സെൽഫിഷ്നസ്, സെപ്പറേഷൻ. സെപ്പറേറ്റ് ആയവർ ആണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്നത്. അല്ലാത്തവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്ന്. ഈ ആലയത്തിൻ്റെ ഉള്ളിലും പരിസരത്തുമൊക്കെ ഇരുന്ന് ദൈവത്തോട് ഉള്ളുന്നുറങ്ങി പ്രാർത്ഥിക്കുന്നവരെ ഒരു നിമിഷമൊന്ന് ചിന്തിക്കുക, എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ സഹോദരനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന്. ഈ സഹോദരൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ അയൽക്കാരാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, കൂടപ്പറപ്പുകളാകാം, ആരുമാകാം. നാല്, ഈ ഇളയ മകൻ ഇതെല്ലാം കൂടെ സ്വരൂപിച്ചു കൂട്ടി അവൻ ഇഷ്ടമുള്ളിടത്തൊക്കെ അവൻ പോയി. അവൻ ഇഷ്ടമുള്ളതൊക്കെ ആസ്വദിച്ചു. ജീവിതം ആസ്വദിക്കാനുള്ളതല്ലയോ? ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചു അവൻ. അതിനനുസരിച്ച് അവൻ അടിച്ച് പൊളിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നത് ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ നാം സന്തോഷത്തോടെ ജീവിക്കണം. കരയാനുള്ളതല്ല ജീവിതം. പക്ഷേ ഈ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അവിടെ ദൈവത്തെ മുൻനിർത്താൻ നാം തയ്യാറാണോ? ഇളയ മകൻ ദുർനടപ്പുകാരനായി ജീവിക്കുന്നു. അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവന് രുചി വരുത്തുന്നത് എന്തിലും അവൻ ഇടപെട്ടു. അല്ലെ, നമ്മളും ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലോ കഴിക്കുന്നത്. അപ്പം ഇഷ്ടമുള്ളതൊക്കെ അന്നത്തെ കാലത്തെ അവൻ്റെ ഫേസ്ബുക്കും അവൻ്റെ ഇൻസ്റ്റാഗ്രാമും നോക്കി ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെ സന്തോഷിക്കുന്നു അതിൻ്റെ പുറകാലെ എല്ലാം അവൻ പാഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ധൂർത്തിൻ്റെ ആളായി മാറി. എങ്ങനെയാണ് ജീവിതത്തിൽ ധൂർത്ത് ഉണ്ടാകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ ചിന്തയിൽ. പഞ്ചേന്ദ്രിയങ്ങളെ ദൈവമില്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ ധ്യാനപൂർവം ഇരുന്ന് ചിന്തിച്ചാൽ മതി. പഞ്ചേന്ദ്രിയങ്ങളെ ദൈവമില്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴുതി വീഴുന്നത്. നിന്റെ കണ്ണിനെ ദൈവത്തെ ഉപയോഗിച്ച് നീ നോക്കുവാൻ ശ്രമിക്കുക, കാണണ്ടാത്തത് കാണുകയില്ല. നീ നിന്റെ ദൈവത്തെ മുൻനിർത്തി നീ കേൾക്കാൻ ശ്രമിക്കുക, കേൾക്കണ്ടാത്തതൊന്നും കേൾക്കുകയില്ല. ഞാനും ഈ ലോകത്തിലെ മനുഷ്യനല്ലയോ, എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് സകലത്തിലും ചെന്ന് ചാടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ക്രിസ്ത്യാനിത്വം ഒക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം എനിക്കുമാകാമെന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പിന്നെ ദൈവ പൈതലായി മാറുന്നത്? ദൈവ പൈതലായി മാറണമെങ്കിൽ ചില വേർതിരിവുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെയാണ് സെപ്പറേഷൻ ഉണ്ടാകേണ്ടത്. ധൂർത്ത്, സെൻഷ്വാലിറ്റി, നാലാമത്തെ പാപം അതാണല്ലോ. സെൽഫ് വിൽ, സെൽഫിഷ്നസ്, സെപ്പറേഷൻ, സെൻഷ്വാലിറ്റി. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകവും ലോകത്തിലുള്ളതിനെയും
നീ സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നത്. ഇത് മൂന്നും നമ്മെ വല്ലാതെ അടക്കി വാഴുകയാണിപ്പം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഈ ജഡത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. 5, ഇളയവൻ വല്ലാതെ പട്ടിണിയിലായി. അവൻ അപ്പനിൽ നിന്നകന്നു, വീട്ടിൽ നിന്നകന്നു. കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പണമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം കൂട്ടുകാരും പോയി. ഇപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് ആരും തരാൻ ഇല്ലാതെയായി. അവൻ കഠിന ക്ഷാമം വന്നിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങിയെന്ന് 14-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇവന് ഈ ക്ഷാമമുണ്ടായത്? അവൻ അപ്പനെ കാണാൻ ആഗ്രഹിച്ചില്ല, അപ്പനെ കേൾക്കാൻ ആഗ്രഹിച്ചില്ല. അതാണ് ഈ ക്ഷാമത്തിൻ്റെ പ്രധാന കാരണം. അപ്പനെ കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ക്ഷാമം മാറിയനെ. അപ്പനെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവന് ഈ ക്ഷാമം മാറിയനെ. എനിക്ക് എൻ്റെ പങ്കിഞ്ഞ് തന്നേരെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചൊലച്ചിങ്ങനെ നിൽക്കുകയാണ്, ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ. അതാണ് അവനെ പട്ടിണിയിലേക്ക് നയിക്കുന്നത്, സ്റ്റാർവേഷൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അപ്പനെ കേൾക്കാൻ ആഗ്രഹമുണ്ടോ? കാണാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരും പറയും ഉണ്ട്. സ്വന്തം അപ്പനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് പറയും. സ്വർഗീയ പിതാവിനെയും. ഞാൻ അതാണ് മുമ്പേ സൂചിപ്പിച്ചത്. വല്ലായ്മയുടെ കാലത്ത് സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒന്നും മുടങ്ങിയിരുന്നില്ല. വേദപുസ്തകം വീട്ടിൽ വായിക്കുമായിരുന്നു. ഇന്ന് ആരുടെയും വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുമ്പോൾ അല്ലാതെ വേദപുസ്തകം വീട്ടിൽ വായിച്ചു കേൾക്കാറുണ്ടോ? ചുമ്മാ ചിന്തിച്ചാൽ മതി. കൂടുതലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊന്നും വേണ്ട. വെറുതെ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയമെങ്കിലും വേദവചനങ്ങളുടെ അലയടികൾ ആ ഭവനത്തിലുണ്ടോ? ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ഈ പള്ളിയുടെ ഭിത്തിയിലോട്ട് നിങ്ങൾ ചെവികളൊന്ന് വെച്ചാൽ തീർച്ചയായും പ്രാർത്ഥനാ മന്ത്രങ്ങൾ കേൾക്കാൻ പറ്റും. കാരണം ഇതിലെപ്പോഴും അതാണ് ഉയരുന്നത്. അതിതിനെ അബ്സോർബ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ ഭിത്തിയെ പോയി ഒന്ന് ചെവി കൊടുക്കണം. എന്താ കേട്ടതെന്നുള്ളത് ആരോടും പറയണ്ട. വിശുദ്ധനായ അപ്രേം ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഹോദര, നീ അറിഞ്ഞുകൊള്ളുക, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നീ വായിക്കാതെയും അതിൽ നിന്ന് പോഷണം പ്രാപിക്കാതെയും നീ കഴിക്കുന്ന ഓരോ ദിവസവും പിശാചുക്കളാൽ നീ പരാജിതനാകുകയും ഉദാസീനന്മാരോടുകൂടെ നീ എണ്ണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം പട്ടിണി മൂലം ഉദാസീനന്മാരോടുകൂടെ എണ്ണപ്പെട്ടവരാണോ? ശാന്തമായി ചിന്തിക്കണം. ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം കാണുവാൻ വേദവായനയിലൂടെ നമുക്ക് സാധിക്കട്ടെ. വിശദീകരിക്കുന്നില്ല. ഇളയ മകൻ പോയി പന്നിക്കുട്ടി കിടക്കുന്നു. യഹൂദന്മാർക്ക് നിഷിദ്ധമാണ് പന്നി. അതിൻ്റെ കൂട്ടത്തിൽ പോയി കിടക്കുകയാണ് അവൻ.
അവൻ സ്വയം ഇല്ലാതാക്കുന്നു. സെൽഫ് ഡീഗ്രേഡേഷൻ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം നമ്മുടെ രൂപവും സാദൃശ്യവും ഒക്കെ വല്ലാതെ ആക്കിക്കളയുന്നു എന്ന് ചിന്തിക്കുക. എന്തൊക്കെയാണ് ഈ രൂപത്തോട് ചേർത്ത് വച്ചേക്കുന്നത്? അതൊക്കെ നമ്മുടെ സെൽഫ് ഡീഗ്രേഡേഷന് സഹായിക്കുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കണം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇളയ മകനും മൂത്ത മകനും രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായ ചില പൊതു കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത്. സ്വന്തം ഇച്ഛ, സെൽഫ് വിൽ, സ്വാർത്ഥത, സെൽഫിഷ്നസ്. അവർ സെപ്പറേറ്റഡ് ആകുന്നു, അകന്നു പോകുന്നു. അവർ സെൻഷ്വാലിറ്റി, ധൂർത്തിന് അടിമപ്പെടുന്നു. സ്റ്റാർവേഷൻ, പട്ടിണി ഉണ്ടാകുന്നു. സെൽഫ് ഡീഗ്രേഡേഷൻ, സ്വയം തരം താഴുന്നു. എന്നാൽ ഈ അനുഭവത്തിൽ നിന്നാ മതിയോ? ഇതാണ് നാം കാണുന്ന നമ്മുടെ മുഖം എങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം വരണ്ടേ? കമ്പിവാചകങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുവിൻ. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുവാൻ നമുക്കിടയാകട്ടെ. എന്താണ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം? സഹദായുടെ ഓർമ്മപ്പെരുന്നാളിലേക്ക് നാം അടുക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാൻ നമുക്കിടയാകണം. സഹദ ധരിച്ചിരുന്നത് ഈ ആയുധവർഗമാണ്. ഒന്ന്, അവന് സുബോധം വന്നു. ഇളയവന് സുബോധം വന്നു, റിയലൈസേഷൻ. അവൻ എവിടെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ടായി. നമ്മുടെ മുഖം നാം കാണുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ, നാം എവിടെയാണ് എന്നുള്ളത്. എവിടെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ശീതോഷ്ണവാൻ എന്നുള്ള ഒരു പദമുണ്ടല്ലോ. ചൂടുമല്ല തണുപ്പുമല്ലാത്ത അനുഭവം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അനുഭവം. പീലാത്തോസിന്റെ അനുഭവം എന്ന് വേണേൽ പറയാം. ക്രിസ്തു നല്ലവനാണെന്ന് പീലാത്തോസിനറിയാം, ഭാര്യ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ജനം മുഴുവൻ ഇങ്ങനെ നിൽക്കുമ്പം അങ്ങോട്ട് ചായണോ ഇങ്ങോട്ട് ചായണോ, എന്നാൽ പിന്നെ ജനത്തിന്റെ കൂടെ അങ്ങ് നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു തീരുമാനമേ. ഇന്ന് നമ്മളെല്ലാം ജനത്തെ പ്രീതിപ്പെടുത്താനാണ്. ജനത്തെ പ്രീതിപ്പെടുത്തണ്ട എന്നുള്ള അർത്ഥവുമല്ല പറയുന്നത്. മോബോക്രസിയുടെ, ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിന്റെ പിന്നാലെ പോകുമ്പോൾ പലപ്പോഴും സത്യം ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നാം എവിടെയാണ്? നമ്മെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ദൈവമാക്കിയിരിക്കുന്നത്? എന്ത് നിയോഗമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ നിയോഗങ്ങളെ ഞാൻ ശരിയായ വണ്ണം നിവർത്തിക്കുന്നുണ്ടോ? അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ, ഓർത്തഡോക്സ് സഭാംഗം എന്ന നിലയിൽ, ക്രൈസ്തവൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ എന്നിലെ മനുഷ്യത്വങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിയോഗങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. 2, അവന് റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ, സുബോധമുണ്ടാകുമ്പോൾ അവൻ ദുഃഖിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കൊണ്ട് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശന്നുകൊണ്ട് നശിച്ചു പോകുന്നു എന്ന്.
അവന് ദുഃഖം ഉണ്ടാകുന്നു. റിമോഴ്സ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടോ? നമ്മുടെ മുഖത്തെ തന്നെ നോക്കിയിട്ട് എന്തൊരു വിരൂപമായ മുഖമെന്ന് കരുതി നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു? നമുക്ക് എന്തിനെക്കുറിച്ചാ ദുഃഖം? ഗൾഫിലെ യുദ്ധമൊന്നും നമുക്കൊരു ദുഃഖ കാരണമല്ല. പിന്നെയോ മക്കളയക്കുന്ന പൈസയ്ക്ക് കുറവ് വരുന്നത് നമ്മുടെ ദുഃഖ കാരണമാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിലല്ല, അതിൻ്റെ അടുത്തൊരാൾ ഇങ്ങനെ ഭവന സന്ദർശനം നടത്തിയ കൂട്ടി പറയും, എൻ്റെ അച്ഛൻ ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് അവൻ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ മേളിൽ കൂടൊക്കെ മിസൈൽ പോകുന്നത് അവൻ കാണുന്നുണ്ട്, പക്ഷെ പൈസ അയക്കാൻ പറ്റുന്നില്ല. പൈസ അയച്ചെങ്കിൽ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാൻ നോക്കും. ഇപ്പം മിസൈൽ മേളിൽ കൂടെ പോകുന്നതോ മകൻ്റെ ജീവിതമോ അല്ല ഈ അമ്മയ്ക്ക് പ്രശ്നം. പിന്നെയോ പോസ്റ്റ് ഓഫീസിൽ മാസം തോറും അടയ്ക്കേണ്ടത് അടയ്ക്കണം. ഞാൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടങ്ങ് ചിരിച്ചുപോയി. അല്ല എന്തോ ചെയ്യാൻ പറ്റും? ദുഃഖമുണ്ടാകട്ടെ നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർത്ത്. ഞാനെല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. എൻ്റെ മുഖം വല്ലാതെ വിരൂപമായിരിക്കുന്നു. നിന്റെ രൂപത്തോടെ നിന്റെ സാദൃശ്യത്തോടെ ഞാൻ ചേർക്കപ്പെടേണ്ടാത്ത പലതും ചേർത്ത് വച്ചവനാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് നിലവിളിക്കാൻ നമുക്കിടയാകട്ടെ. ആത്മാർത്ഥത അണ പൊട്ടി ഒഴുകുന്നതാണ് കണ്ണുനീർ. അതുകൊണ്ടാണ് അപ്രയം പിതാവ് ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ പാപത്തിൻ്റെ ഭിത്തിയെ തകർക്കുവാൻ നിന്റെ കണ്ണുനീരിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. റിയലൈസേഷൻ, റിമോഴ്സ്. ദുഃഖമുണ്ടായി കഴിയുമ്പോൾ ചില തീരുമാനങ്ങൾ നാം എടുക്കണം. ചില തീരുമാനങ്ങൾ നാം എടുക്കണം. റെസല്യൂഷൻ. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ആരും വേണ്ട എന്ന് ആഗ്രഹിച്ചവൻ, എനിക്ക് ഞാൻ മാത്രം മതി, എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ചിരുന്നവൻ ഇപ്പം തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകണം, എനിക്കെൻ്റെ അപ്പൻ വേണം. ഈ ഒരു തീരുമാനമെടുക്കാൻ നമുക്കിടയാകട്ടെ. തീരുമാനമെടുത്ത് നടപ്പാക്കിയില്ലേ വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദുഷ്ടൻ ഒരുത്തനിൽ നിന്ന് ഇറങ്ങുന്നു, അവൻ തിരികെ വരുമ്പം നല്ലതുപോലെ ഒരുക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഈ പിശാച് ചെന്ന് വേറെ 7 പിശാചുക്കളെ കൂടെ വിളിച്ച് വന്നകത്തേക്കിരിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കഴിയുമ്പം ചിലർക്ക് ഭ്രാന്തളകുമല്ലോ. വീട്ടിലാണെങ്കിലും എവിടെ ആണെങ്കിലും നിലം ഒരുക്കിയിട്ടിരിക്കുക. നല്ല നിലമെന്ന് കണ്ടു കഴിയുമ്പം 7 ദുരാത്മാക്കളും കൂടെ വന്ന് ചേരും. ഭംഗിയായിട്ട് ഒരുങ്ങണം. നല്ല തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കണം. ഒരുക്കിയിട്ടിരിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അധികമായ ദുഷ്ടാത്മാക്കൾ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ചെറുപ്പകാലത്ത്, ഇപ്പം ഇതൊന്നും ഇല്ലല്ലോ, പണ്ട് ചെറുപ്പകാലത്ത് വീടിൻ്റെ ചുവരുകളിലൊക്കെ ചെലന്തി വല പിടിക്കുമ്പം ചില അമ്മമാരെങ്കിലും ആ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ, ആണുങ്ങൾ ചെലന്തി വല തൂത്താൽ പെട്ടെന്ന് ചെലന്തി കൂട് കെട്ടുകയില്ല എന്ന്. അപ്പം ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ചെലന്തി കാണുകയാണോ ആണാണോ പെണ്ണാണോ തൂക്കുന്നതെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു കാരണമുണ്ട്. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സാമട്ടിൽ തൂത്താൽ മതി.
അതുകൊണ്ട് ഒരു മൂലയ്ക്ക് ചെലന്തി വല തൂക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ചെലന്തി ആ വല ഭേദിച്ച് അങ്ങോട്ട് ഓടുമ്പം ഈ ആണുങ്ങൾ ചെന്ന് ആ ചെലന്തിക്കിട്ട് ഒരു കുത്തു കൊടുക്കും. ആ ചെലന്തി ചാകും. ഈ ചെലന്തിയുടെ പുറകെ ഓടാൻ സ്ത്രീകൾക്ക് സമയമില്ലാത്തത് കൊണ്ട് അവരതിന് മെനക്കെടാറില്ല. അവർ ചെലന്തി വല തൂത്തങ്ങ് പോകും. ഈ കോണിൽ നിന്ന് തൂക്കുമ്പോൾ ചെലന്തി അങ്ങേ കോണി ചെല്ലും. അങ്ങേ കോണി തൂക്കുമ്പോഴത്തേന് ആ ചെലന്തി ഈ കോണി വന്ന് കൂട് കെട്ടും. ശരിക്കും ഇതൊരു വലിയ ആത്മീയ പാഠമല്ലേ? നമ്മൾ ചെലന്തി വലയൊക്കെ തൂത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ നോമ്പ് കാലത്ത് കുമ്പസാരിച്ച് ചെലന്തി ഇപ്പോഴും കിടക്കുക, അത് പിന്നെയും കൂട് കെട്ടിക്കൊണ്ടിരിക്കുക. ഈ ചെലന്തിയെയും കൊല്ലണം. ചില തീരുമാനങ്ങൾ എടുക്കണം. എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ മൂലകാരണമായ സകല ചെലന്തികളെയും ഞാൻ കൊല്ലുമെന്നുള്ള ഒരു തീരുമാനം എടുക്കണം. 4, he returned to home. അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഒരു തീരുമാനം എടുക്കട്ടെ. ആ ഭവനത്തിലേക്ക് വരുമ്പോഴാണ് അപ്പനുമായി കണ്ടുമുട്ടുന്നത്. റീയൂണിയൻ. നഷ്ടപ്പെട്ടു പോയ ബന്ധം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിവിട്ട ചിലരുടെയൊക്കെ മുഖം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടുമുട്ടാൻ നിങ്ങൾ തയ്യാറാണോ? പിന്നെ ഇരിക്കുന്നു. അങ്ങനെ വെല്ലുവിളിച്ചാൽ ഒന്നും നടക്കില്ല. ഇതുപോലെ തന്നെ വീണ്ടും ചെലന്തി കൂട് കെട്ടിപ്പോകും. നിങ്ങൾ ഭവനത്തിൽ വെച്ച് റീയൂണിയൻ നടത്താൻ തയ്യാറായാൽ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് കുടിയിരുത്തിയാൽ, അവിടെയാണ് നിങ്ങൾ ഭാഗ്യാവസ്ഥയിൽ എത്തുന്നത്. ഇത് സാധ്യമാകുന്നത് കുമ്പസാരക്കൂട്ടിലാണ്. ഇത് സാധ്യമാകേണ്ടതാണ്. ഇതാകുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടവരൊക്കെ ഒരു റീയൂണിയൻ്റെ സ്ഥലമായി നമ്മുടെ മനസ്സുകളെയൊക്കെ ഒന്ന് മാറ്റാൻ ഇടയാകട്ടെ. അങ്ങനെ റീയൂണിയന് സ്ഥലം നമ്മുടെ ഉള്ളിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? റീസ്റ്റോറേഷൻ. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കും. ഈ മകൻ വീട് വിട്ടിറങ്ങിപ്പോയി, ക്ഷാമത്തിന്റെ അനുഭവത്തിലെത്തി, ഉണ്ണാനില്ല, ഉടുക്കാനില്ല, ഒന്നുമില്ലാതെ വന്നപ്പോൾ അവന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇതാ അപ്പൻ അവന് വസ്ത്രം കൊടുക്കുകയാണ്. അവന് വസ്ത്രം കൊടുക്കുന്നു, അവന് മോതിരം കൊടുക്കുന്നു, അവന് കാലിൽ ചെരുപ്പ് കൊടുക്കുന്നു. എന്നിട്ടോ ഈ റീയൂണിയന്റെ അടുത്ത പ്രത്യേകത എന്താണെന്നറിയാമോ? റിജോയ്സ്, ആനന്ദം. റീയൂണിയന് നമ്മുടെ ഉള്ളിൽ ഇടം കൊടുത്തു കഴിയുമ്പോൾ റീസ്റ്റോറേഷൻ ലഭിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ ലഭിക്കുന്നു. രണ്ടാമത് ആനന്ദം ലഭിക്കുന്നു, റിജോയ്സ് ലഭിക്കുന്നു. അവനോട് ചേർന്ന് കാളക്കുട്ടി ആർത്ത് നല്ല ഒന്നാന്തരം വിരുന്നൊരുക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് കുമ്പസാരിക്കണമെന്ന് പറയുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ മുദ്രമോതിരവും നിന്റെ വസ്ത്രവും നിന്റെ ചെരുപ്പുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടത് കുമ്പസാരത്തിലൂടെ തിരികെ ലഭിക്കുമ്പോഴാണ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആനന്ദത്തിന്റെ അനുഭവം ലഭിക്കുന്നത്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന വിരുന്ന്, കാളക്കുട്ടി അറുത്തുണ്ടാക്കിയ വിരുന്ന് ലഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം വീട്ടിൽ ടിവിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഈ ടിവിയുടെ മുമ്പിൽ
ഒരു കസേരയോ ഒരു കട്ടിലോ ഒക്കെ കാണും. എൻ്റെ ചോദ്യം, കസേരയിൽ ഇരുന്ന് TV കാണുന്നതാണോ അതോ കിടന്ന് കാണുന്നതാണോ നല്ലത്? അതിനെന്താ നമ്മൾ പറയുന്നത്? സാധാരണ സുഖമെന്നാണോ സന്തോഷമെന്നാണോ? ടിവിയുടെ മുമ്പിൽ ആ കസേരയിലിരുന്ന് കട്ടിലെ ചാരി കിടന്ന് TV കാണുന്നതാണ് ഒരു സുഖം. എന്നാൽ നാളിതുവരെ കാണാതിരുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുമ്പോഴോ വലിയ സന്തോഷം. വസ്തുവുമായി ബന്ധപ്പെട്ട് സുഖമാണെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് സന്തോഷമാണെങ്കിൽ, ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധി. യേശുവിൻ്റെ സന്നിധിയിലാണ് ആനന്ദം. ഈ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നാം ഓടേണ്ടത്. ഈ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, നാം പട്ടിണിയുടെ അനുഭവത്തിലായിരുന്നാൽ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീർന്നാൽ, നമ്മുടെ സ്വാർത്ഥത നമ്മെ വല്ലാതെ ഭരിച്ചാൽ, നാം ഏതൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോയാലും നീ റീയൂണിയന് സാധ്യമാകുമ്പോൾ, നിന്റെ മനസ്സിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് ഒരു സ്ഥാനം കൊടുത്താൽ, അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അപ്പോഴാണ് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കുന്നത്. അപ്പോഴാണ് നിനക്ക് ആനന്ദം ലഭിക്കുന്നത്. ആ ആനന്ദത്തിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലേതൊന്നും എനിക്ക് വലുതല്ലെന്ന് തോന്നുന്ന സഹതായെ പോലെ നാം ജീവിക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ, ചെറുപ്പകാലം തൊട്ട് സഹതായുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്നു. പക്ഷെ ഇപ്പോഴും സ്വരൂപിച്ചു കൂട്ടാനാണ് നമ്മുടെ ആഗ്രഹം, ചേർത്ത് വയ്ക്കാനാണ് ആഗ്രഹം. സഹത പഠിപ്പിച്ചത് അതല്ല, ചേർത്ത് വെക്കുകയല്ല. പിന്നെയോ ദൈവത്തോടുള്ള ആനന്ദത്തിനു വേണ്ടി ജീവിക്കാനാണ് സഹത നമ്മെ പഠിപ്പിക്കുന്നത്. ആ ആനന്ദം കരസ്ഥമാക്കുവാൻ ഈ വർഷത്തെ പെരുന്നാൾ നമുക്ക് സാധ്യമാകണം. ആ ആനന്ദത്തിലൂടെ ജീവിക്കുവാൻ ഈ സഹതയുടെ മധ്യസ്ഥത നമുക്ക് മുഖാന്തരമാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരവസരം തന്ന വികാരി അച്ഛനോടും മറ്റ് വൈദിക ശ്രേഷ്ഠരോടും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.